മനോജിന് എന്തായാലും എൻജോയ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച പാടിയ പാട്ടുകളുടെ മാധുര്യം എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ എപ്പിസോഡിൽ ഞാൻ വന്നിട്ടേ പോവുള്ളൂ തീരുമാനിച്ചു. അപ്പൊ എന്നാൽ ഇത്തവണ ഒരു വലിയൊരു പടക്കമാണ് വരാൻ പോണേ. അയ്യോ, അതാരായിട്ടാ? ഫോർട്ട് കൊച്ചി വില്യംസ്. കൊച്ചിൻ വില്യംസ്. അയ്യോ, നമ്മുടെ കുട്ടിക്കാലത്ത് ഒരുപാട് കോട്ടയത്തൊക്കെ വരുന്ന തകർക്കുന്ന കേട്ടിട്ടുള്ളതാണ്. വില്യേട്ടന്റെ പാട്ടുകൾ കേൾക്കാനായിട്ട് തന്നെ നമ്മൾ പോകാറുണ്ട ഒരു കാലം ഉണ്ടായിരുന്നു. ഓ, അദ്ദേഹത്തെ കാണാൻ പറ്റുമല്ലോ, സന്തോഷം. കേൾക്കാനും പറ്റും. തുടങ്ങാൻ നമുക്ക് തീർച്ചയായിട്ടും. വില്യേട്ടനാണ് ഏറ്റവും പ്രായം കൂടിയ പാട്ടുകാരൻ ഈ 21 പേരിൽ. ശരി. അദ്ദേഹം റാഫി സാറ്, കിഷോർ കുമാർ, അങ്ങനെ വളരെ വളരെ ലെജൻസിന്റെ പാട്ടുകളാണ് പാടുന്നത്. പക്ഷേ പാട്ട് കേട്ട് കഴിഞ്ഞാൽ അവർ പാടുന്നത് പോലെ തന്നെ ഇരിക്കും. അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ പ്രായം എന്നൊരു കാര്യമേ ഇല്ല. ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വില്യംസ് ഫോർട്ട് കൊച്ചി. നമസ്കാരം വില്യേട്ടാ. നമസ്കാരം. സുഖാണോ? സുഖം തന്നെ. ഫോർട്ട് കൊച്ചിയിൽ എവിടെയാ താമസിക്കുന്നത്? ഫോർട്ട് കൊച്ചിന്റെ ജന്മസ്ഥലമാണ്. ഇപ്പൊ താമസിക്കുന്നത് ചുള്ളിക്കൽ എന്ന് പറയും. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലിപ്പോ ഭാര്യ മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. മക്കള് രണ്ടുപേരും കല്യാണം കഴിച്ചു പോയി. ചേട്ടാ നമസ്കാരം. ഇവിടെ ഒരാളിരിപ്പുണ്ട്. നമസ്കാരം. മനോജ് ചേട്ടന്റെ വലിയ ഫാനാണ് ഞാൻ. കാരണം ഒരു 80കളിലൊക്കെ ചേട്ടൻ കോട്ടയത്തൊക്കെ സ്ഥിരം ഉത്സവങ്ങൾക്കും പള്ളിപ്പെരുന്നാളിനൊക്കെ വരുമ്പോൾ കൊച്ചിൻ വില്യംസിന്റെ പാട്ട് കേൾക്കാൻ സ്പെഷ്യലി നമ്മളൊക്കെ ഉണ്ടാവും. വീണ്ടും ഈ ഒരു മഹാവേദിയിൽ ചേട്ടനെ കാണാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം എനിക്കും. ശരിക്കും ഞാൻ ചോദിച്ചോട്ടെ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഞാൻ ചോദിക്കുക, ഇപ്പൊ ആദ്യം തുടങ്ങിയത് ഏത് വർഷമാണ്? ആദ്യമായിട്ട് സ്റ്റേജിൽ പാടുന്നത് 1971. അന്ന് എന്തായിരുന്നു ആദ്യം കിട്ടിയ പ്രതിഫലം? അന്ന് എനിക്ക് തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10 രൂപയായിരുന്നു. 10 രൂപ. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, വില്യേട്ടന്റെ ഒരു പാട്ടോടുകൂടി തന്നെ നമുക്ക് തുടങ്ങാം. തീർച്ചയായും. कुछ अजीब थी ये शाम भी अजीब है वो कल भी पास पास थी, वो आज भी करीब है. वो शाम कुछ अजीब थी, ये शाम भी अजीब है. वो कल भी पास पास थी, वो आज भी करीब है. वो शाम कुछ अजीब थी. दबी दबी हंसी में एक हसीन सा गुलाल था. मैं सोचता था मेरा नाम गुनगुना रही है वो. मैं सोचता था मेरा नाम गुनगुना रही है वो. न जाने क्यों लगा मुझे कि मुस्कुरा रही है वो. शाम कुछ अजीब थी.
कुछ अजीब थी। ഒരു മൂഡാണ് ശബ്ദ സൗകുമാര്യം ഈ പ്രായത്തിൽ. എല്ലാം നന്ദി പറയേണ്ട ദൈവത്തിനോടാണ് അല്ലേ? തീർച്ചയായിട്ടും. റെക്കോർഡ് ചെയ്ത് ഒറിജിനൽ നമ്മൾ സോങ് കേൾക്കില്ലേ, അതേ ഫീലിൽ തന്നെ ചേട്ടൻ അത് മനോഹരമായിട്ട് പാടി. നമ്മൾ ഈ അടുത്ത സമയത്ത് കണ്ടിരുന്നു ഫോർട്ട് കൊച്ചിയിലെ ഒരു ചേട്ടനെ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ, എൻ്റെ ഗുരുനാഥൻ ആദം അയ്യൂബിനെ ആദരിക്കുന്ന ചടങ്ങ്. അതിനായിട്ട് ഞാൻ വന്നപ്പോൾ അന്ന് ചേട്ടനെ മീറ്റ് ചെയ്തു സ്റ്റേജിൽ. അന്നും ഇതുപോലെ 4 ലൈൻ എനിക്കൊന്ന് കിഷോർദായുടെ ഏതൊരു പാട്ടാ പാടി. എൻ്റെ ചേട്ടാ ഞെട്ടിപ്പോയി, സത്യം പറയാം. ഞാനപ്പോൾ അടുത്തിരുന്ന AK സാജനോട് പറഞ്ഞു, എൻ്റെ സാജ വലിയ സങ്കടമുണ്ട് കേട്ടോ, കാരണം ഇത്രയും പ്രതിഭകളായിട്ടുള്ള ആൾക്കാരെ മലയാള സിനിമയിലേക്ക് ആരും കൈപിടിച്ച് കൊണ്ടുവന്നിട്ടില്ലല്ലോ. അപ്പം അന്ന് വേദിയിലുണ്ടായിരുന്ന 1-2 സംഗീത സംവിധായകരൊക്കെ അടുത്ത സുഹൃത്തുക്കളാണ്, അവർക്ക് പോലും പറ്റിയില്ല. അപ്പം അതൊക്കെ ഞങ്ങളന്ന് വിഷമം പറഞ്ഞു ചേട്ടാ. സത്യം ഇനി ഒരുപാട് അസാധ്യമായിട്ട് പാട്ടുകൾ ചേട്ടന് പാടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു. നന്ദി, ഒരുപാട് നന്ദി. മഹാരാജാസിലാണല്ലേ പഠിച്ചത്? അതെ. ഏത് വർഷമായിരുന്നു? ഞാൻ 72-75 കാലഘട്ടത്തിൽ. മമ്മൂക്ക പഠിച്ച ഏകദേശം ആ കാലത്തായിരിക്കുമല്ലോ അല്ലേ? മമ്മൂക്ക സീനിയർ ആണോ? കുറച്ച്. മമ്മൂട്ടി എന്റെ 2 വർഷം സീനിയർ. അതാ ഞാൻ വരുമ്പോ പുള്ളി ഫൈനൽ ഇയർ BA, ഞാൻ ഫസ്റ്റ് ഇയർ BA. അന്ന് നിങ്ങൾ പരിചയമുണ്ടോ? തീർച്ചയായിട്ടും. അപ്പൊ ശരിക്കും മമ്മൂക്ക എങ്ങനെയായിരുന്നു അന്ന്? പഠിക്കാനൊക്കെ മിടുക്കനായിരുന്നു? പഠിക്കാനും മിടുക്കനാണോ എന്ന് വെച്ചാല് സത്യം പറയണം. നുണ പറയില്ല. ഞാൻ കാണുമ്പോൾ മിക്കവാറും പുള്ളി ഏതെങ്കിലും ഇടനാഴിയിൽ എവിടെയൊക്കെ നിൽപ്പുണ്ടാകും. ഇടനാഴികളിലെ കഥയാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അത് വില്ലിയേട്ടനും മമ്മൂക്കയും കൂടെ എന്തായിരുന്നു ഇടനാഴി? അതാണ് നമുക്ക് അറിയേണ്ട മെയിൻ കാര്യം. ഒരു പുസ്തകമായിട്ട് വരും, അത് ഏതെങ്കിലും കടയിൽ വെക്കും, നേരെ കോളേജിലേക്ക് പോകും. മമ്മൂട്ടിയുടെ എനിക്കറിയില്ല, പുള്ളി ക്ലാസ് കയറുമായിരിക്കും, പക്ഷെ ഞാൻ കാണുമ്പോഴൊക്കെ പുള്ളി പുറത്തുണ്ടാകും. അതെ, അപ്പൊ കറക്റ്റ് തന്നെ വില്ലിയേട്ട ഒരു സത്യം പറ, കാരണം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കാരണം അന്ന് എങ്ങനെയായിരുന്നു ഒരു പ്രണയം എന്ന് പറയുന്നത്? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്രണയമൊന്നും ഇല്ലായിരുന്നു. ഒത്തിരി പേരായിട്ട് പരിചയം ഉണ്ടായിരുന്നു, അടുപ്പമുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ഇത്രയും വലിയൊരു ഗായകൻ പ്രണയിച്ചിട്ടില്ല എന്ന് പറയുന്നതിനകത്ത് എനിക്ക് വിശ്വാസമില്ല. സാരമില്ല, കാരണം അത് ചിലർക്ക് അത് തുറന്നു പറയാനുള്ള മടി കാണും. എങ്കിലും ഒരു ചോദ്യം, മമ്മൂക്ക ഇപ്പോഴും കാണാറുണ്ടോ? മട്ടാഞ്ചേരിയിലെ വൈഫ് ഹൗസിൽ വരുമ്പോൾ ഞങ്ങള് ഇരിക്കുമായിരുന്നു. സ്റ്റാർ മൂലൊക്കെ പുള്ളിയുടെ വൈഫിന്റെ വീട്, സുരുവിന്റെ വീട്. ആ സമയത്തൊക്കെ ഞങ്ങള് സംസാരിച്ചിരിക്കും, അവിടെ ചായ കുടിച്ചു പോരും. അപ്പൊ വില്ലിയേട്ടാ, നമുക്കൊരു പാട്ടായാലും അടുത്ത് കിഷോർ കുമാറിന്റെ ദിൽ ഏസാ കിസി ने मेरा थोड़ा. ഗ്രേറ്റ്. किसी ने मेरा तोड़ा, बर्बादी की तरफ ऐसा मोड़ा. दिल है ऐसा किसी ने मेरा तोड़ा, बर्बादी की तरफ ऐसा मोड़ा. एक भले मानुष को अमानुष बना के छोड़ा. दिल है ऐसा किसी ने मेरा तोड़ा, बर्बादी की तरफ ऐसा मोड़ा. मेरे जीवन में फिर भी प्यास है. सागर कितना मेरे पास है, मेरे जीवन में फिर भी प्यास है. प्यास बड़ी जीवन थोड़ा, मानुष बना के छोड़ा. दिल है ऐसा किसी ने मेरा तोड़ा, बर्बादी की तरफ ऐसा मोड़ा.
रास्ते नाकामियों से नाता मेरा जोड़ा, मानुष बना के छोड़ा। दिल है ऐसा किसी ने मेरा तोड़ा, बर्बादी की तरफ ऐसा मोड़ा। रहता नहीं है अंधेरा, मेरा सूरज ऐसा रूठा, देखा न मैंने सवेरा। उजालों ने साथ मेरा छोड़ा, अमानुष बना के छोड़ा। दिल है ऐसा किसी ने मेरा थोड़ा, बर्बादी की तरफ ऐसा मोड़ा। एक भले मानुष को अमानुष बना के छोड़ा, दिल ऐसा किसी ने मेरा तोड़ा, बर्बादी की तरफ ऐसा मोड़ा। മനോഹരം, അതിമനോഹരം, അതിമധുരം. താങ്ക് യു. ചേട്ടാ ശരിക്കും ബോംബെ വില്യംസ് ആണ്, കൊച്ചിൻ വില്യംസ് അല്ല. അത്ര മനോഹരമായി ചേട്ടാ, സൂപ്പർ. താങ്ക് യു.